നമസ്കാരം. ഞാൻ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എസ്പെഷ്യലി സപ്ലിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് കുട്ടികൾ എന്നെ മെസ്സേജ് ചോദിക്കുന്നൊരു കാര്യമാണ്, എങ്ങനെ പഠിക്കാം, എങ്ങനെ മടി കൂടാതെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് പഠിക്കുന്നതിനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി എന്നൊക്കെ. അപ്പോൾ എനിക്ക് വർക്കായിട്ടുള്ള കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊരു 3 ടിപ്സ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. 3 ടിപ്സ് ഞാൻ ഉപയോഗിച്ച ടിപ്സാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളെപ്പോഴും പഠിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് നാൾ പഠിക്കാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക്, ഒരുപാട് നാൾ പഠിക്കാതെ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കണ്ടൻറ്റിൻ്റെ വോളിയം വളരെ കൂടുതലായിരിക്കും. അതായത് 10 ചാപ്റ്റർ 15 ചാപ്റ്റർ അങ്ങനെ ഒരുപാട് കാണും. പക്ഷേ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാക്കുന്നത്. അപ്പം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഈ വലുതായിട്ടിരിക്കുന്ന സാധനത്തിനെ ഏറ്റവും ചെറുതായിട്ടുള്ള സബ് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ നിങ്ങൾ KTUവിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് സിലബസ് തരുമല്ലോ. അപ്പോൾ സിലബസിൽ ഓരോ മോഡ്യൂളിലും ഒരു ടോപ്പിക്ക് കാണും. അപ്പോൾ ഈ ടോപ്പിക്സിനെ എല്ലാം കൂടെ ഒരുമിച്ച് അപ്രോച്ച് ചെയ്യാതെ ആ സിലബസിനെ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഓരോരോ ടോപ്പിക്കായിട്ട് എടുത്തിട്ട് അതിൻ്റെ നോട്ട്സും അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു വിഷ്വലായിട്ടൊരു പ്രോഗ്രസ് കാണാം. ഇത്രയും സാധനങ്ങൾ ഞാൻ റിവൈസ് ചെയ്തതാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് 1 by 1 ടാക്കിൾ ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും, അപ്രോച്ചബിൾ ആയിരിക്കും നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ട്സ് ഉണ്ടാക്കുക. അതായത് വല്ലവരുടെയും നോട്ട്സ് എടുത്ത് പഠിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ശരിക്കുള്ള പഠിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത് ശരിക്കും നിങ്ങൾ സ്വന്തമായി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. റിച്ചർഡ് ഫൈൻമൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞൊരു വലിയൊരു കോട്ടുണ്ട്, ഐ റൈറ്റ് ടു തിങ്ക് ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഐ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. അപ്പോൾ നിങ്ങളൊരു കോൺസെപ്റ്റ് നിങ്ങൾ സ്വന്തമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളുടെ തന്നെ സ്വന്തം ലാംഗ്വേജിൽ അത് നിങ്ങളൊരു നോട്ടായി എഴുതുമ്പോഴത്തേക്ക് യു റിയലി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇഫ് യു ഹാവ് ടു മേക്ക് ഇറ്റ് കൺവേർട്ട് ദാറ്റ് ഇൻ ടു ലൈക്ക് എ റിട്ടൺ നോട്ട് ഇൻ യുവർ ഓൺ സെൻറ്റൻസസ്, റൈറ്റ്? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ്, അതാണ് രണ്ടാമത്തെ ടിപ്പ്. സ്വന്തമായി നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക് എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ഗൂഗിൾ ചെയ്യുക. ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് എന്താണ് ആ കോൺസെപ്റ്റ്, ഇപ്പോൾ എന്താണ് റെയ്നോൾഡ്സ് നമ്പർ എന്നൊക്കെ പറയുന്ന ആ ഓരോരോ കോൺസെപ്റ്റ് ഉണ്ടല്ലോ സബ്ജക്റ്റിൽ, അത് ഗൂഗിൾ ചെയ്യുക, വിക്കിപീഡിയ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായ ആ ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങളൊരു പേപ്പറിൽ നോട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ അതിനെ കുറച്ചുകൂടെ എൻജോയബിൾ പ്രോസസ്സ് ആക്കാൻ നോക്കുക. കാരണം നമ്മളെല്ലാം കുറച്ചുകൂടെ വിഷ്വൽ ലേണേഴ്സാണ്. അപ്പോൾ പേന, കളർഫുൾ ആയിട്ടുള്ള പെൻസ്, ഹൈലൈറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ സ്കെച്ചസ് ഒക്കെ വെച്ചിട്ട് അതിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോട്ട്സ് ആക്കി മാറ്റാൻ നോക്കുക. അത് നിങ്ങളുടെ പ്രോസസ്സിനെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ ഒരു ടിപ്പെന്ന് പറയുന്നത്, ഈ പഠിക്കുക എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിച്ച് വച്ചിരിക്കുന്നത് നിങ്ങൾ വെറുതെ ബുക്കെടുത്ത് വായിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വായിക്കുക എന്നൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. ശരിക്കും അതല്ല സയൻറ്റിഫിക്കായിട്ട് പഠിക്കാനുള്ളൊരു രീതി എന്ന് പറയുന്നത്. സയൻറ്റിഫിക്കായിട്ടുള്ള ലിറ്ററേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആക്റ്റീവ് റീകോളാണ്. ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം ഇന്ന് വായിച്ചു, ഇന്ന് മനസ്സിലാക്കി, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ടോപ്പിക്കിനെ പറ്റി അന്ന് വായിച്ചത് എന്താണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഓരോ തവണ നിങ്ങളത് ഓർത്തെടുക്കാൻ ശ്രമിക്കും തോറും നിങ്ങളുടെ മെമ്മറിയിൽ ആ ടോപ്പിക്ക് കൂടുതൽ രജിസ്റ്റർ ആവും. അപ്പോൾ ചില ടോപ്പിക്സ് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ നോട്ട് എടുത്ത് നോക്കും അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ ആ ഒരു ബോണ്ട് കുറച്ചുകൂടെ സ്ട്രെങ്തനായി. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ തവണ മസിൽ ബ്രേക്ക് ഡൗൺ ആയി, ഓരോ തവണ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഓരോ തവണ സ്ട്രോങ് ആവുന്നില്ലേ? അതേ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കത്തില്ല. അത് എഫിഷ്യൻ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അത് ഇങ്ങനെ ഫോർഗെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഓരോ തവണ ഫോർഗെറ്റ് ചെയ്യുന്ന സാധനം നിങ്ങൾ വീണ്ടും ഇൻ്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ബ്രെയിനിനോട് പറയുകയാണ്, ഒരു സിഗ്നൽ കൊടുക്കുകയാണ്, ഇല്ല ഇതെനിക്ക് ആവശ്യമുള്ള കാര്യമാണ്, ഇതിനെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ഓരോ തവണ ഫോർഗെറ്റ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യും തോറും, കൂടുതൽ തവണ നിങ്ങൾ ബ്രേക്ക് ചെയ്യും തോറും ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ബ്രെയിനിലോട്ട് കൂടുതൽ ഡീപ്പായിട്ട് രജിസ്റ്റർ ആവും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടിപ്പ്, ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി. അതായത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും അതിനെ തന്നെ റിവൈസ് ചെയ്യാൻ നോക്കുക. നമ്മുടെ നാടൻ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം റുട്ടീനായിട്ട് യൂസ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് റിവൈസ് ചെയ്യുക എന്ന് പറയും. പക്ഷേ റിവിഷൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പോൾ എന്നോട് മൾട്ടിപ്പിൾ ടൈംസ് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ ഈ പറയുന്നൊരു ഉത്തരം ഇതേ ഉള്ളടേ. അതായത് ബേസിക്കലി ഈ ഒരു 3 സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക. പഠിക്കാനുള്ള വലിയ ചങ്ക്സ് ഓഫ് ടോപ്പിക്സിനെ നിങ്ങൾ ചെറിയ ബിറ്റ്സായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. രണ്ടാമത്, നിങ്ങൾ ഈ പറഞ്ഞ കൂട്ട്
നല്ലപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സ്വന്തം കൈപ്പടയിൽ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഹൈലൈറ്ററും എടുത്തിട്ട് നല്ല വൃത്തിയായ നോട്ട്സ് ഉണ്ടാക്കുക. ഒരു ആർട്ടായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കുക. നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങൾക്കൊരു ഒരു സെൻസ് ഓഫ് പ്രൈഡ് ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിട്ട് റിവൈസ് ചെയ്യുക. ഒരു കാര്യം ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് റിവൈസ് ചെയ്യാനായിട്ടുള്ളൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കുക. അങ്ങനെ റിവൈസ് ചെയ്യുക. ഈ 3 സ്ട്രാറ്റജി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് വളരെയധികം എഫിഷ്യൻ്റായി മാറും. അപ്പം ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ പരിമിതമായ നോളജിൽ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. താങ്ക് യു.